മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രക്ഷോഭം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും. മുസ്ലിം ലീഗ് ബുധനാഴ്ച കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. വിഷയത്തിൽ UDF ഒരുമിച്ച് സമരം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെയും നിലപാട്. +1 സീറ്റ് പ്രതിസന്ധിയിൽ മുൻവർഷങ്ങളിൽ കീഴ്ഘടകങ്ങൾ നടത്തിയിരുന്ന പ്രതിഷേധങ്ങൾ ഏറ്റെടുത്ത് പ്രക്ഷോഭം ശക്തമാക്കാനാണ് മുസ്ലിം ലീഗ് ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം 29-ന് മലബാറിലെ 6 ജില്ലകളിലെയും കലക്ടറേറ്റുകളിലേക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. 29-ന് മലബാറിലെ മുഴുവൻ കളക്ടറേറ്റിലേക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരത്തിലാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത്, ഗവൺമെന്റിനോട് പറയുന്നത്, കഴിഞ്ഞ 8 വർഷക്കാലമായി 9ാമത്തെ വർഷത്തിലേക്ക് നിങ്ങളുടെ ഭരണം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ നിസ്സംഗത മലബാറിൽ അതിരൂക്ഷമായ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു. 3ാം ഘട്ട സമരവുമായി SKSSF രംഗത്തുണ്ട്. അധിക ബാച്ച് ആവശ്യമുന്നയിച്ച് മലബാറിലെ ഓരോ MLA-മാരെയും നേരിൽ കണ്ട് SKSSF നേതൃത്വം നിവേദനം നൽകി. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയമാണ് സീറ്റ് പ്രതിസന്ധിക്ക് കാരണമെന്നും ആവശ്യമെങ്കിൽ UDF ഒരുമിച്ച് സമരം ചെയ്യുമെന്നും K മുരളീധരൻ. സീറ്റിൽ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല. 40 പേര് ഇരിക്കേണ്ട ക്ലാസ്സിൽ 50 പേരെ കൊണ്ട് കുത്തി നടക്കുന്നത് ശരിയല്ല. പുതിയ ബാച്ച് അനുവദിക്കാം. ഇപ്പോൾ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം. UDF-ലെ ഘടകകക്ഷികളൊക്കെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF ഒരുമിച്ച് സമരം ചെയ്യേണ്ട ഘട്ടം വന്നാൽ അതും ഇക്കാര്യത്തിലുണ്ടാകും. മറ്റ് വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി എത്തുന്നതോടെ മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി സർക്കാരിനെയും പ്രതിരോധത്തിലാക്കും. റിപ്പോർട്ടർ, മലപ്പുറം.